ബഹുമാനപ്പെട്ട നമ്മുടെ നേതാക്കളെ, സംസ്ഥാന കമ്മിറ്റിയുടെയും ദേശീയ കമ്മിറ്റിയുടെയും ഒക്കെ തന്നെ സാരഥികളിവിടെയുണ്ട്. MLA-മാരുണ്ട്, മറ്റ് നേതാക്കളുണ്ട്. സമയത്തിന് ചുരുക്കമായതുകൊണ്ട് ഏതാനും കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് നമ്മളെ മറ്റ് നേതാക്കൾക്ക് കൂടി വഴിയൊരുക്കുക എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഈ മീറ്റിങ്ങിൻ്റെ സംഗതി ആലോചിച്ചപ്പോൾ ശരിക്കിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വ നിരയിലെ എല്ലാവരും ഉള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അഥവാ പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഞാൻ ഈ മീറ്റിങ്ങിൽ ഇത്രയധികം നേതാക്കന്മാരുള്ളൊരു യോഗത്തിൽ ആബ്സെൻ്റ് ആയാൽ ഉള്ളതല്ല, അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഹൃദയപരമായൊരടുപ്പം ഉണ്ണികൃഷ്ണനുമായിട്ട് എനിക്കുണ്ട്. ഒന്നാമത് പല ഭാഗത്ത് നടന്ന പല യോഗങ്ങളിലും ഞങ്ങൾ രണ്ടുപേരും കൂടെ ധാരാളം വേദികൾ പങ്കിട്ട ആൾക്കാരാണ്. അദ്ദേഹവുമായി ഞാൻ വളരെ ഹൃദയബന്ധം സൂക്ഷിച്ച ആളാണ്. എനിക്ക് ഇതിന് വരുന്നതിനെ പറ്റി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നൊരു ചിത്രം കഴിഞ്ഞ നമ്മുടെ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ സമയത്ത് വേങ്ങരയിൽ അടുത്ത് എവിടെയാണ് ഒരു വലിയ യോഗമാണ്. അപ്പോൾ ആ സമയമായപ്പോഴത്തേക്കും ഉണ്ണികൃഷ്ണൻ ഈ അസുഖത്തിൻ്റെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്തൊക്കെ തന്നെ ബാക്കിൽ ഇരിക്കുന്നതിന് അദ്ദേഹത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. ആദ്യം ബാക്കിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു, ഒരേ ഒരു നിൽപ്പ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് വരാതിരിക്കാമായിരുന്നു, അല്ലെങ്കിൽ അതൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷേ എന്തോ മുഖത്ത് സ്വാഭാവികമായും ഉള്ളൊരു ദുഃഖമുണ്ട്. പക്ഷേ അതേ നിൽപ്പ് നിൽക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ അദ്ദേഹത്തിന് ആരോഗ്യപരമായി അദ്ദേഹത്തിന് കഴിയുന്നൊരു സമയമായിരുന്നില്ല അത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ്റെ പ്രത്യേകത, തന്നാൽ എന്തെങ്കിലും ഗുണം പാർട്ടിക്ക് എവിടെയെങ്കിലും വേണോ അവിടെ ഒരിക്കലും മടിക്കാതെ പോകുന്ന നല്ല മനസ്സുള്ള മനുഷ്യരാണ്. അത് ഓരോരുത്തരുടെ സ്വഭാവ വിശുദ്ധി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരത്തിലുള്ള നിശ്ചയദാർഢ്യത്തോടുകൂടിയുള്ള പ്രഖ്യാപനങ്ങളുള്ള ഫിറോസ് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഉണ്ണികൃഷ്ണൻ ഫ്രീ ആൻഡ് ഫിയർലെസ് എന്ന് പറയാറുണ്ട്. നമ്മൾ സ്വതന്ത്രമായി ഭയപ്പാട് കൂടാതെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ കരുത്ത് നേടിയ ഒരു നേതാവായിരുന്നു ഉണ്ണികൃഷ്ണൻ. പേടിയുണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ അദ്ദേഹത്തിന് മറ്റ് മടിയുണ്ടായിരുന്നില്ല. ഒക്കെ അത്തരം കാര്യങ്ങളിൽ അദ്ദേഹം വലിയ സേവനം ചെയ്തു. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ മുസ്ലിം ലീഗിൻ്റെ പൊളിറ്റിക്കൽ കെമിസ്ട്രിയിൽ എന്തോ ഒരു കാര്യമുണ്ട്. ആ കാര്യം എന്ന് പറഞ്ഞാൽ ദലിത് വിഭാഗമായിട്ടുള്ള സമീപന രീതിയിൽ മുസ്ലിം ലീഗിന് വളരെ ആർദ്രത നിറഞ്ഞ വളരെ ഊഷ്മളമായ ഒരു സംഗതിയുണ്ട്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഒരു നാട്ടിലെ കുറേ മുസ്ലിം ലീഗുകാരുടെ കൊടുത്തില്ല ഒരു ദലിത് കുട്ടി ചെറുപ്പക്കാരനുണ്ടെങ്കിൽ അവരോട് സാധാരണത്തെ വലിയ ലീഗുകാരോട് കാണിക്കുന്നതിനേക്കാൾ വലിയ ഒരു സ്നേഹവും താല്പര്യവും തീർച്ചയായിട്ടും കാണാറുണ്ട്. അത് അത്ഭുതപ്പെട്ടൊരു സംഗതിയാണ്. ഒരു ദലിത് കുട്ടി സഹോദരൻ പ്രവർത്തകൻ, ഇപ്പോൾ വലിയ സ്ഥാനം തൊട്ട് താഴോട്ടാകട്ടെ, ഈ ഏത് സ്ഥാനം നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിലും ശരി, ഒരു മുസ്ലിം ലീഗുകാരൻ്റെ ഹൃദയത്തിൽ ഒരു ദലിത് സ്നേഹിതനോടുള്ള സ്നേഹത്തിന് വലിയ ഊഷ്മളതയുണ്ട്. അതിന്നല്ല, അത് കൃത്രിമമായിട്ടുണ്ടാക്കിയത്, പ്രകൃതിദത്തമായിട്ട് വന്നതാണ്. ചില തിയോളജിക്കലായിട്ട് തന്നെയുള്ള ചില ഐഡിയോളജിക്കലായിട്ട് തന്നെയുള്ള ചില സംഗതികളുണ്ട്. കാരണം മഹത്തരം എന്ന് പറയുന്നത് ജന്മസിദ്ധമല്ല, കർമ്മസിദ്ധമാണ്. അപ്പോൾ ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ള അവരോട് കാണിച്ചിട്ടുള്ള ആ സമീപന രീതി വളരെ ആകർഷിക്കുന്ന സംഗതിയാണ്. ഒരുപക്ഷെ ഈ സ്റ്റേജിലുള്ള എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ല ശ്രീമാൻ ചടയൻ്റെ കാലം. ആ കാലഘട്ടത്തിലെ കലണ്ടറിൽ 3 ആളെ ഫോട്ടോ ആണ് ഉണ്ടാവുക. പ്രധാനം ശ്രീമാൻ ബാഫി തങ്ങൾ വർഗൾ, CH, ശ്രീമാൻ ചടയൻ. ചടയന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ സ്വാധീനം മറക്കാൻ കഴിയാത്തതാണ്.
തങ്ങളെപ്പോലെ CH പോലെ അന്ന് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ മുൻനിരയിൽ നിന്ന നേതാവായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ എല്ലാവരും. UC രാമൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, മറ്റു പലരും ഇരിക്കുന്നുണ്ട്, മറ്റു പല പ്രവർത്തകന്മാരെയും എനിക്ക് നേരിട്ട് അറിയാം, എല്ലാവരെയും അറിയാം. ഞാൻ വിചാരിക്കുന്നത്, ഞാൻ MLA ആയിട്ട് ആദ്യം പെരുങ്ങളത്ത് ജയിച്ച് തിരുവനന്തപുരത്ത് വന്നപ്പോൾ എൻ്റെ ശരിയായ ഗുരു രാമമാഷായിരുന്നു, KP രാമമാഷ്. എനിക്ക് അതിനെപ്പറ്റി അതിനു മുമ്പ് ഞാൻ MLA അത് കാണാൻ പോയി എന്നല്ലാതെ എൻ്റെ പ്രൊസീഡിങ്സ് എങ്ങനെയാണ്, എങ്ങനെ ചെയ്യണം, എങ്ങനെ അഡ്രസ്സ് ചെയ്യണം എന്നിത്യാദി കാര്യങ്ങൾ ഒരു മാഷ് കുട്ടീനെ പഠിപ്പിക്കുന്നത് പോലെ എന്നെ പഠിപ്പിച്ച നാളായിരുന്നു KP രാമമാഷ് അവർ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ തലമുറയിൽപ്പെട്ട സുഹൃത്തുക്കളും വളരെ ഉഷാറായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ചെയ്യണം. കാരണം നമ്മളൊന്നാണ്, നമ്മുടെ ചിന്തകളൊന്നാണ്, നമ്മുടെ ജീവിതാനുഭവങ്ങളൊന്നാണ്. ഇതെല്ലാം വെച്ചുകൊണ്ട് നോക്കുന്ന സമയത്ത് ഒരു ഹൃദയം പോലെ തന്നെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ നമുക്ക് അവസരമുണ്ടാകണം. അതിൽ നമുക്ക് ഏത് കാലത്ത് ഓർമ്മിപ്പിക്കാൻ കഴിയുന്ന കാര്യമാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണൻ മറ്റൊരു മുഖംമൂടിയില്ല, താല്പര്യങ്ങളില്ല. സത്യത്തിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ എല്ലാവരുടെയും ഒരു ഓമനപുത്രൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്വഭാവത്തിൽ പെരുമാറിയ നല്ല സുഹൃത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, അഭിവാദ്യം.